വെൽക്കം ബാക്ക് ടു ഓൾ. ട്രേഡിംഗ് ലേണിംഗ് സീരീസ് ഡേ 10. അപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ എന്താണ് ഓർഡർ ബ്ലോക്ക് എന്നും എന്താണ് ബ്രേക്കർ ബ്ലോക്ക് എന്നും പഠിച്ചു. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് PDRA, അതായത് പ്രീമിയം ഡിസ്കൗണ്ട് അറേ. നമ്മൾ മുമ്പത്തെ എപ്പിസോഡുകളിൽ പഠിച്ച FEG, IFEG, ബ്രേക്കർ ബ്ലോക്ക്, ഓർഡർ ബ്ലോക്ക് അങ്ങനെയുള്ള എല്ലാ കൺസെപ്റ്റുകളും കൂടുതലും വർക്കാവുന്നത് ഈ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടാണ്. PDRA എന്താണെന്നുള്ള ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ആ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ അത്യാവശ്യം പ്രീമിയത്തിലാണ്. പ്രീമിയം മീൻസ് ആ ഒരു പ്രോഡക്റ്റിന് നല്ലൊരു വിലയുണ്ട്. ഓക്കെ, ആ സമയം നിങ്ങൾ എന്താണ് ചെയ്യുക? ആ ഒരു പ്രോഡക്റ്റ് വിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ. ഒരിക്കലും ആ പ്രോഡക്റ്റ് വീണ്ടും മേടിക്കാൻ ശ്രമിക്കില്ല. കാരണം ആ ഒരു പ്രോഡക്റ്റിൻ്റെ വില കൂടി നിൽക്കുന്ന ടൈമാണ്. അതേപോലെ നിങ്ങളുടെ എല്ലാ പ്രോഡക്റ്റിൻ്റെ വില അല്ലെങ്കിൽ പുറത്തുള്ള ഒരു മാർക്കറ്റിൽ നിന്നൊരു പ്രോഡക്റ്റിൻ്റെ വില കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്, ഡിസ്കൗണ്ടിൽ നിൽക്കുന്ന ടൈമാണ്. സോ നിങ്ങൾ എന്താ ചെയ്യുക? ആ ഒരു പ്രോഡക്റ്റ് കൂടുതൽ മേടിക്കാനേ ശ്രമിക്കുകയുള്ളൂ. മനസ്സിലായോ? ഇതേ സംഭവം തന്നെ മാർക്കറ്റിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ പ്രീമിയമായി, ഒരു പെർട്ടിക്കുലർ ഏരിയ ഡിസ്കൗണ്ടായും കാണപ്പെടുന്നുണ്ട്. സോ കൂടുതൽ സമയത്തും ആ ഒരു പ്രീമിയം ഏരിയയിലുള്ള മാർക്കറ്റ് വരുമ്പോൾ അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വരികയും അതോടൊപ്പം തന്നെ ആ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലുള്ള മാർക്കറ്റ് വരുന്ന സമയത്ത് അവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഈ മുമ്പ് പഠിച്ചിട്ടുള്ള ടേംസായ IFEG, FEG, ഓർഡർ ബ്ലോക്ക്, ബ്രേക്ക് ബ്ലോക്ക്, ഈ കൺസെപ്റ്റുകളൊക്കെ കൂടുതലും വർക്കാകുന്ന ഈ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റിന് ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിവിടെ നോക്കാൻ പറ്റും മാർക്കറ്റ് MSS ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ മാർക്കറ്റിൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടൂൾസ് യൂസ് ചെയ്യാം. അതിലൊന്ന് ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളാണ്. അതോടൊപ്പം രണ്ടാമത്തേത് ഗ്യാങ് ബോക്സ് എന്നൊരു ടൂളാണ്. ഈ 2 ടൂൾസും നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രോയിങ്സിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, ഫിബനാച്ചി ടൂളിൽ നമുക്ക് തൽക്കാലം എളുപ്പത്തിന് വേണ്ടി ഗ്യാങ് ബോക്സ് എന്ന ടൂൾ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ഒരു ഡ്രോയിങ്സ് കണ്ട ഗ്യാങ് ബോക്സ് സെർച്ച് ചെയ്ത് അവിടെ ആ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ടൂൾ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സെറ്റിംഗ്സ് കുറച്ച് മാറ്റാനുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് ഇതിൽ വെറും 3 ലെവൽസ് മാത്രം ടിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് പിന്നീട് ഉപകാരപ്പെടും. ഓക്കെ, അതിന് നിങ്ങൾ ഇത് കൊടുത്ത ശേഷം സേവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഒരു പ്രീവിയസ് ആയിട്ട് മാർക്കറ്റ് ഒരു MSS ക്രിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു. സോ നമ്മൾ എന്താക്കും? ആ ഒരു ലോയിൽ നിന്നും ആ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഹൈയിലേക്ക് വരയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു മാർക്കറ്റ് ആ പ്രീമിയം സൈഡിൽ നിന്ന് ഡിസ്കൗണ്ട്, ആ താഴെയുള്ള ഏരിയയാണ് ഡിസ്കൗണ്ട്, ആ ഒരു 0.5 മുകളിലുള്ള ഏരിയ പ്രീമിയവും, ആ ഒരു 0.5 താഴെയുള്ള ഏരിയാസ് ഡിസ്കൗണ്ടും എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു 0.5 ആ ഒരു ഏരിയ ആ ഒരു സെൻറ്റർ ഭാഗമാണ്. ആ സെൻറ്റർ പാർട്ടിന് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് ഒരു ഹയർ ഹൈയിൽ നിന്ന് മാർക്കറ്റ് എന്താക്കും? ഒരു ഡിസ്കൗണ്ടിൽ വന്നിട്ടേ മാർക്കറ്റ് പിന്നെ പ്രീമിയത്തിലോട്ട് പോവുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഹൈയിലോട്ട് പോകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു MSS ക്രിയേറ്റ് ചെയ്ത ശേഷം ആ ലോയിൽ നിന്ന് ഹൈയിലോട്ട് വരച്ചാൽ മാർക്കറ്റ് വീണ്ടും ആ ഡിസ്കൗണ്ടിൽ വന്നു. അവിടെ നിന്ന് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാത്രമാണ് പ്രീമിയത്തിലോട്ട് പോയത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അടുത്ത കാണാൻ പറ്റും നെക്സ്റ്റ് മാർക്കറ്റ് പിന്നെ ഒരു റീസെൻ്റ് ആയിട്ടൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു ഹയർ ലോയും ക്രിയേറ്റ് ചെയ്തു, ഒരു ഹയർ ഹൈയും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അതുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് വീണ്ടും ഒരു MSS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ MSS ഡ്രോ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താക്കാം? ആ റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ലോ ഉണ്ട്, ആ ലോയിൽ നിന്നും ഈ ഗ്യാങ് ബോക്സ് ടൂൾ യൂസ് ചെയ്തിട്ട് ആ റീസെൻ്റ് ആയിട്ടുള്ള ഹൈയിലേക്ക് വരയ്ക്കുക. ഓക്കെ, വരച്ചാൽ നിങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു പ്രീമിയം ഏരിയയിൽ നിന്ന് വീണ്ടും ഡിസ്കൗണ്ടിലേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് റൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ആ ഒരു ഡിസ്കൗണ്ടിൽ നിന്ന് എടുത്ത് പ്രീമിയത്തിലോട്ട് പോയിട്ട് വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഡ്രോ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ ഇവിടെ കാണാൻ പറ്റുന്നത്? ആ ഒരു ഗ്യാങ് ബോക്സിൽ ലോയിൽ നിന്ന് ഹൈയിലേക്ക് വരച്ചാൽ മാർക്കറ്റ് എന്താക്കി? നമ്മുടെ പ്രീമിയം ഏരിയ ഡിസ്കൗണ്ട് ഏരിയ റെസ്പെക്ട് ചെയ്തില്ല, ബ്രേക്ക് ചെയ്ത് പോയി. ഓക്കെ, പ്രശ്നമില്ല. കാരണം മാർക്കറ്റ് ഒരിക്കലും 100% പ്രെഡിക്റ്റബിൾ അല്ല, അതാദ്യം മനസ്സിലാക്കണം. അപ്പം നമ്മളെന്ത് മനസ്സിലാക്കി? അവിടെ മാർക്കറ്റിൻ്റെ ഓർഡർ ഫ്ലോ ചേഞ്ച് ആയി, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയി. സോ നമ്മളെന്താക്കി? നേരെ തിരിച്ചു, ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി മാർക്കറ്റ്. സോ നമ്മൾ റീസെൻ്റായി MSS എന്ന ഹൈയിൽ നിന്നും ലോയിലേക്ക് വരയ്ക്കണം. നേരത്തെ നമ്മൾ ലോയിൽ നിന്ന് ഹൈയിലേക്കാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഹൈയിൽ നിന്ന് ലോയിലേക്ക് വരയ്ക്കുക. സോ മുകൾ ഭാഗം പ്രീമിയം ആയിരിക്കും. മനസ്സിലായ? ആ ഒരു 0.5 മുകളിലുള്ള ഭാഗം പ്രീമിയവും ആ ഒരു 0.5 താഴെയുള്ള ഭാഗം എന്താണ്? ഡിസ്കൗണ്ടാണ്. സോ മാർക്കറ്റ് എപ്പോഴും പ്രീമിയത്തിൽ വന്നിട്ട് താഴോട്ട് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ മാർക്കറ്റ് എപ്പോഴും ഒരു പ്രീമിയത്തിൽ വന്നിട്ടായിരിക്കും താഴോട്ട് സെല്ല് കിടക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ കയ്യിൽ സാധനമുണ്ട്, അതിന് റേറ്റ് കൂടുതലാണെങ്കിൽ അത് നമ്മൾ വിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ, വീണ്ടും മേടിക്കാൻ ശ്രമിക്കില്ല. അപ്പോൾ മാർക്കറ്റ് ആ ഒരു പ്രീമിയം ഏരിയയിലോട്ട് വന്നു, അവിടുന്ന് സെല്ല് നടന്നു. അവിടെ സെല്ലേഴ്സിൻ്റെ വർക്ക് സ്ട്രെങ്തനായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. നമുക്കിത് ചാർട്ടിൽ പോയിട്ട് നോക്കാം, ലൈവ് ചാർട്ടിൽ പോയിട്ട് നമുക്കത് നോക്കാം എങ്ങനെയാണ് ഇത് വർക്കാകുന്നത്. ഞാൻ ജസ്റ്റ് ഒരു 4 ഹവറിൻ്റെ ചാർട്ട്, ഇത് നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ നോക്കാം, എല്ലാ ടൈം ഫ്രെയിമിൽ ഇത് വർക്കാവും. ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് 4 ഹവറിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് റീസെൻ്റ് ആയിട്ടൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ജസ്റ്റ് ഡ്രോ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താക്കി? ആ ഒരു ലോയിൽ നിന്നും റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ലോയിൽ നിന്ന് നമ്മൾ ഗ്യാങ് ബോക്സ് ടൂൾ യൂസ് ചെയ്ത് വരച്ചു. ആ ലോയിൽ നിന്നും ഹൈയിലേക്ക് വരച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു ഡിസ്കൗണ്ട് സൈഡിലോട്ട് വന്നു, പ്രീമിയത്തിൽ നിന്നും ഡിസ്കൗണ്ട് സൈഡിലോട്ട് വന്നിട്ടാണ് ബാക്കി മുകളിലോട്ട് മൂവ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേറെ ഒന്ന് കാണാൻ പറ്റും, ഒരു 1 ഹവറിൽ ഞാൻ കാണിച്ചു. ഇവിടെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ്
നമ്മളപ്പോൾ അവിടെ ഇത് വരച്ചു. അതിനുശേഷം നമ്മൾ എന്താക്കി ഹൈയിൽ നിന്നും ലോയിലോട്ട് യാങ് ബോക്സ് വരച്ചു. ഓക്കെ, ഹൈയിൽ നിന്നും ലോയിലോട്ട്. സോ മാർക്കറ്റ് എന്താക്കി ആ ഒരു പ്രീമിയത്തിലോട്ട് വന്നിട്ട് അവിടെ സെല്ല് നടന്നു. മനസ്സിലായോ? പ്രീമിയത്തിലോട്ട് വന്നിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് സെല്ല് നടന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ എൻട്രി നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം സൈഡിൽ എന്തെങ്കിലും ഒരു ഏരിയ, ഒരു ഡിമാൻഡ് ഏരിയ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഒരു IFEG ഉണ്ട്, ഒരു ബ്രേക്കർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ IFEG എടുക്കാം. ഓക്കെ, നിങ്ങളുടെ IFEG നോക്കിക്കഴിഞ്ഞാൽ IFEG ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് പോയത്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, ആ ഒരു IFEGൻ്റെ ഓപ്പണിങ്ങിൽ എൻട്രി നോക്കിയിട്ട് ആ ഒരു സ്റ്റോപ്പ് ലോസ് ആ ഒരു IFEGന് മുകളിൽ കുറച്ച് ബ്രീത്തിങ് സ്പേസ് ഇട്ട് വിടാം. ബ്രീത്തിങ് സ്പേസ് വെച്ച് വെക്കാം. അതിന് ശേഷം ആ ഒരു എവിടം വരെ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുക മാക്സിമം നമുക്ക് ആ ലോ വരെ, നമ്മൾ ഡ്രോ ചെയ്ത ലോ ഇല്ലേ, അവിടം വരെ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ആ ഒരു വെച്ചിട്ട് ആ ഒരു ലോ വരെ നമ്മൾ ടാർഗറ്റും സെറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമ്മുടെ എൻട്രി റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കുമെന്ന് വേണ്ട, സിമ്പിൾ കാര്യമാണ്. നിങ്ങൾക്ക് ഹൈ ടൈം ഫ്രെയിം മാത്രമല്ല ഇത് ലോ ടൈം ഫ്രെയിനോട്ട് റിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ റീസെൻ്റ് ആയിട്ട് തന്നെ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ഒരു MSS വന്നു. സോ നമ്മൾ ആ ലോയിൽ നിന്നും ഹൈയിലോട്ട് വരച്ചു. വീണ്ടും അത് ആ ഒരു പ്രീമിയം ഏരിയയിൽ നിന്നും ആ ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്നും മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഡിസ്കൗണ്ട് ഏരിയ അവിടെ ഒരു FEG ഉണ്ട്, ആ ഒരു FEG ടാപ്പ് ചെയ്താണ് മുകളിലോട്ട്. സോ നമുക്ക് ആ FEGയിൽ നിന്ന് എൻട്രി നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു FEGയിൽ ഡയറക്റ്റായിട്ട് എൻട്രി നോക്കാം, എന്ന് വെച്ചാൽ ഹൈ ടൈം ഫ്രെയിമിൽ എൻട്രി നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, അതിനെ ലോ ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് അവിടെ നിന്നൊരു നല്ലൊരു MSSO കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് എൻട്രി നോക്കി നമുക്ക് എവിടെ വരെ TP വെക്കാമെന്ന് ഞാൻ പറഞ്ഞ ആ ഒരു റീസെൻ്റുള്ള ഹൈ വരെ. എനിക്കറിയാം ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ ഇപ്പോഴും അധികം മനസ്സിലാകാത്തവരുണ്ടെന്ന്, കാരണം ഇത് ഞാൻ ഒരു ബേസിക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുഴപ്പമില്ല, ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത് യൂസ് ചെയ്ത് ലോ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാമെന്നും നല്ല രീതിക്കുള്ള എൻട്രി മെത്തേഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ ഒരു PDRA മാർക്കറ്റിൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. മാർക്കറ്റിൽ ചാർട്ടിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള അനലൈസിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു PDRS വളരെ ഉപകാരപ്പെടുന്നതാണ്. മാർക്കറ്റ് കറൻ്റ്ലി ആയിട്ട് എവിടെയാണ് സിറ്റുവേറ്റഡ് ചെയ്യപ്പെട്ടതെന്നും നെക്സ്റ്റ് മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്നുമുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു PDRA യൂസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതൊക്കെയാണ്. ഓൾറെഡി വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടിരിക്കുന്നവർക്ക് തന്നെ ബോറടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിത് നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് മിസ്സാകാണ്ടിരിക്കാൻ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.